പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമസ് ലീഹ എന്റെ കർത്താവെ, എന്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസ ഭാഷ്യം ലോകത്തിന് നൽകിയ തൊട്ടറിഞ്ഞ വിശ്വാസത്തിന്റെ പ്രതിപുരുഷനായ തോമസ് ലീഹായുടെ ഓർമ്മ തിരുനാളാണല്ലോ ജൂലൈ 3 നാം ആഘോഷിക്കാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരിൽ പ്രമുഖനായിരുന്നു ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിശുദ്ധ തോമസ് ലീഹ. AD 52 അദ്ദേഹം കേരളത്തിൽ കൊടുങ്ങല്ലൂർ മുസ്രസ് തുറമുഖത്ത് എത്തിച്ചേർന്നുവെന്നാണ് വിശ്വാസം. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് അദ്ദേഹം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും രക്ഷയുടെയും സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിച്ചു. നിരവധി ആളുകളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുകയും വിശ്വാസ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധ തോമസ് ലീഹ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന 7 പുരാതന ദേവാലയങ്ങൾ 7 അരപ്പള്ളികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വിശുദ്ധ തോമസ് ലീഹ സ്ഥാപിച്ച ആദ്യ ദേവാലയമായി വിശ്വസിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ മാർത്തോമ പള്ളി ബ്രാഹ്മണ സമൂഹത്തിൽ സുവിശേഷം പ്രസംഗിച്ച് അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിച്ച സ്ഥലമായ പരയൂർ പള്ളി. കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഒന്നായ കോട്ടക്കാവ് നോർത്ത് പറവൂർ പള്ളി, വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോക്കമംഗലം പള്ളി, മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്ന നിരണം പള്ളി, മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന നിലയ്ക്കൽ പള്ളി, തെക്കൻ കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസം വ്യാപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ദേവാലയമായ കൊല്ലം പള്ളി എന്നിവയാണ്. ഈ 7 പള്ളികളും വിശുദ്ധ തോമസ് ലീഹായുടെ വിശ്വാസവും ത്യാഗവും സുവിശേഷ പ്രഘോഷണവും ഓർമ്മിപ്പിക്കുന്ന അമൂല്യ പൈതൃകങ്ങളാണ്. ഈ 7 പള്ളികളെ കുറിച്ചും ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയുവാൻ നമുക്ക് ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മയും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും സാക്ഷികളാക്കാൻ പ്രചോദിപ്പിക്കട്ടെ. നന്ദി.